ഇന്ത്യയുടെ വലുതും ചലനാത്മകവുമായ മാധ്യമ വിപണിയിൽ ആയിരക്കണക്കിന് പത്രങ്ങളും നൂറുകണക്കിന് വാർത്താ ചാനലുകളും എണ്ണമറ്റ വാർത്താ വെബ്സൈറ്റുകളുമുണ്ട്. എന്നിട്ടും റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് 2019 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ 180 രാജ്യങ്ങളിൽ ഇന്ത്യ 140-ാം സ്ഥാനത്താണ്. കൂടാതെ പത്രപ്രവർത്തകരും ഗവേഷകരും അതിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ മാധ്യമ അന്തരീക്ഷങ്ങളുള്ളിലെ വെല്ലുവിളികളും രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ പ്രത്യാഘാതങ്ങളും പര്യവേഷണം ചെയ്യാൻ ഈ പരിപാടി വിദഗ്ധരെ വിളിച്ചു വരുത്തുകയും അതേസമയം ഇന്ത്യയുടെ മാധ്യമങ്ങളെ വിശാലമായ ആഗോള പശ്ചാത്തലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വസ്തുതകളും തെളിവുകളുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രം ഒരു ലഘുഭക്ഷണത്തേക്കാൾ അവരുടെ പത്രം വാങ്ങാൻ ചെലവ് കുറവാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പരസ്യ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇത് തൽക്ഷണം പത്രത്തെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി. ലഘുഭക്ഷണങ്ങളെപ്പോലെ എരിവും പുളിയും ചേർന്ന് വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നം. ലഘുഭക്ഷണത്തിൻ്റെ പ്രൈസ് പോയിന്റുമായി മത്സരിക്കുന്ന 400-ലധികം ചാനലുകളും ആയിരക്കണക്കിന് പത്രങ്ങളും ജേർണലുകളും ഉപയോഗിച്ച് 90കളിലെ മാധ്യമ ഇടം വികസിച്ചപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ് വേഗത്തിൽ ഒരു മത്സര ബിസിനസ്സായി ചുരുങ്ങി. സ്വയം നിലനിർത്താനുള്ള ഒരു വഴി കണ്ടെത്തൽ. ഒരു കാലത്ത് ഇന്ത്യയുടെ കേബിൾ ശൃംഖല ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞതും എയർ ചാനലുകൾ സൗജന്യമായി നൽകിയിരുന്നവയുമായിരുന്നു. ഇപ്പോൾ പോലും ഒരു മാസത്തിൽ ₹1 താഴെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. ഇത് ബിസിനസ് ആക്കാൻ പാടില്ലാത്ത ഒരു ബിസിനസ്സിൻ്റെ അപകടങ്ങളെ സൂചിപ്പിക്കുന്നു. തൽഫലമായി പ്രൈം ടൈം ന്യൂസ് ഒരു കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് സമർപ്പിക്കാനുള്ള ശക്തിയോടെ വരുന്ന പരസ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മറ്റെല്ലാ ദിവസവും അവരുടെ മാസ് ഹെഡ്സുകളുടെയും മുൻ പേജുകളുടെയും പവിത്രത ഉപേക്ഷിച്ച് വാർത്തകളേക്കാൾ പ്രാധാന്യം നൽകി ബിസിനസ് പരസ്യ രൂപേണ അച്ചടിക്കുന്നു. സ്വാതന്ത്ര്യത്തെ വെട്ടിക്കുറയ്ക്കുന്ന നിർണായക ഘടകമാണ് ഭയം. ഒരു തലത്തിൽ അവയുടെ പ്രതിച്ഛായ തകർക്കുന്ന അല്ലെങ്കിൽ അവയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്താൽ അവർ നിങ്ങളെ പിന്തുടരുമെന്ന ഭയമാണ്. മറ്റൊരു തലത്തിൽ ഒരു കഥയുടെ 2 വശങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതിനാലോ അല്ലെങ്കിൽ ഉടമയ്ക്ക് ചില താൽപ്പര്യങ്ങളുള്ള ഒരു നയത്തെ ചോദ്യം ചെയ്യുന്നതിനാലോ മാനേജ്മെൻറ്റ് നിങ്ങളെ പുറത്താക്കുമെന്ന ഭയം. 2 സാഹചര്യങ്ങളിലും സെൽഫ് സെൻസർഷിപ്പ് സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. ഒരു മാനേജ്മെൻറ്റ് നിർദ്ദേശത്തോട് വിയോജിപ്പുള്ളതിനാൽ ജോലി നഷ്ടപ്പെടുകയോ ജോലിയിലായിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മരണത്തിൻ്റെ ഒരു നിരയുണ്ടാവുകയോ ചെയ്താൽ ഭയം ആഴത്തിൽ പ്രവർത്തിക്കുകയും ആവിഷ്കാരവും അതിൻ്റെ അന്തരഫലവും കൂട്ടുകയും ചെയ്യും. മാധ്യമപ്രവർത്തകർക്ക് വധഭീഷണി വരെയുള്ള കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. സർക്കാർ ലക്ഷ്യമിടുന്നത് വ്യക്തികളെ മാത്രമല്ല, മാധ്യമപ്രവർത്തകർ അവരുടെ അജണ്ടയ്ക്ക് പുറത്ത് സാംസ്കാരിക പ്രശ്നങ്ങളിൽ സംസാരിക്കുന്നത് അവർ താൽപ്പര്യപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, ദളിതരെക്കുറിച്ചോ പാർശ്വവത്കരിക്കപ്പെട്ട ആളുകളെക്കുറിച്ചോ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ മാധ്യമങ്ങളെ അവർ അനുവദിക്കുന്നില്ല. നിയമവ്യവസ്ഥ വളരെ മന്ദഗതിയിലായതിനാൽ വ്യക്തിഗത പത്രപ്രവർത്തകർക്കോ അല്ലെങ്കിൽ വലിയ പിഴകളോടെ വിമർശനാത്മകമായി റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യപ്പെട്ട ഏതെങ്കിലും വെബ്സൈറ്റുകൾക്കെതിരായോ ധാരാളം ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുന്നു. റാങ്കിങ്ങിലെ ഇടിവ് സെൽഫ് സെൻസർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയുടെ രാജ്യദ്രോഹ നിയമത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ചും ദേശീയതയുടെ ഈ ഉയർന്ന കാലഘട്ടത്തിൽ. മുതിർന്ന പത്രപ്രവർത്തകയായ ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതകവും കശ്മീരിലെ മാധ്യമ സ്ഥാപനങ്ങളും ചില സംഘടനകളും കേന്ദ്ര സർക്കാരിൻ്റെ നിശബ്ദത സമ്മതത്തോടെ പ്രവർത്തിക്കുന്ന സൈനികരുടെ ആക്രമണത്തിൻ്റെ ലക്ഷ്യങ്ങളായി മാറി എന്ന റിപ്പോർട്ടുകളും ഇവയ്ക്ക് കാരണങ്ങളായി മാറുന്നു. കൂടാതെ 2018 3 മാധ്യമ പ്രവർത്തകർ പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടതായി RWB എടുത്തു കാണിക്കുന്നു. ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കാശ്മീരിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. For 4 years, Masrat Zahra has been documenting life in Indian-administered Kashmir. The photojournalist says she joined the male-dominated field so that she could give a voice to women and children in conflict zones. But Masrat says she was shocked when police used what rights groups call a repressive law and accused her of posting content against the country to disturb law and order. These allegations are baseless. I don't have any political agenda. I'm not any activist. I'm not any social activist. I'm not affiliated with any political party. Whatever I'm uploading are the reality of Kashmir. Masrat is one of several journalists the Indian government has accused of carrying out what it calls anti-national activities.
Reporters Without Borders has ranked India 142 out of 180 countries in its annual Press Freedom Index. The monitoring body says the score is heavily affected by the situation in Indian-administered Kashmir, with the government shut down telecommunications for several months after revoking the region's special autonomous status. That made it difficult for journalists to report on what was happening. I don't know who's trying to. Cais Cia spent 9 months in jail after he reported on the increase in soldiers there. He was never charged. This gap, that gap, you are a terrorist. This gap, you are a terrorist, I'm a patriot. You are an anti-national, I'm a nationalist. The gaps that our government and media have created, how do we remove those gaps? वो gaps कैसे आप remove करेंगे? Which we do not believe or The government says it's open to criticism, but that there are limits to free speech. we have only issues with people who are making a statement which is against the law of the land, against the country's interests, and those who are not safeguarding the interest while making a statement are somebody who needs to be made accountable. Actually means paying for reportage for travel. The editor of one of India's few publications that is still critical of the government says press freedom must be protected. So a constitutional democracy, for it to work, it requires the checks and balances of institutions and the press. And India today is in the danger of failing to be a constitutional democracy. It may be a democracy in the sense that the majority rules, that the mob rules in some senses, but it is not a constitutional democracy in the real sense today. Police are investigating the case against Masrat, who says she won't stop working despite facing up to 7 years in jail if convicted. Reporters Without Borders says India slipped 2 places on its index because of constant press freedom violations, including police violence against journalists. It also cited what it called coordinated hate campaigns on social media against journalists, critical of the government's Hindu nationalist ideology, especially if they're women. Elizabeth Puranam, Al Jazeera, New Delhi. കാശ്മീരിൽ 100 ദിവസത്തിൽ കൂടുതൽ TV ചാനലുകൾ, ഫോൺ ലൈനുകൾ, ലാൻഡ് ലൈനുകൾ, പോസ്റ്റ് ഓഫീസ് എല്ലാം അടച്ചുപൂട്ടുകയും ആശയവിനിമയം പൂർണ്ണമായും നിൽക്കുകയും ചെയ്തു. വിവരങ്ങൾ അറിയാൻ ഒരു വഴിയുമില്ലായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു ഇത്. 4ാമത്തെ വലിയ ജനാധിപത്യമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്തിന് ഒരു പ്രദേശത്തെ മുഴുവൻ എല്ലാത്തരം വിവരങ്ങളിലേക്കുമുള്ള പ്രവേശനത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനാകും. ആയുധവൽക്കരിക്കപ്പെട്ട വിവരങ്ങളിലേക്കുള്ള പ്രവേശനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന ആശങ്ക എല്ലായ്പ്പോഴും മാധ്യമപ്രവർത്തകർ അവരുടെ ഉള്ളിൽ വഹിക്കുന്നു. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് കശ്മീരി ഡിജിറ്റൽ വാർത്തയുടെ പ്രാദേശിക എഡിറ്റർ കാശി ഷിബ്ലി താഴ്വാരത്തിലേക്ക് കൂടുതൽ സൈനിക വിന്യാസങ്ങൾ നടക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് ജൂലൈ 26-ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ സംസ്ഥാനത്ത് പുറത്ത് ആഗ്രയിലേക്ക് മാറ്റിയതായി അറിയിച്ചു. പബ്ലിക് സേഫ്റ്റി ആക്ട് പ്രകാരമാണ് ഇയാളെ പിടിച്ചിരുന്നത്. 100 കണക്കിന് 24/7 ന്യൂസ് ചാനലുകളിൽ TV മാർക്കറ്റിംഗിൻ്റെ വ്യാപനവും സമ്പൂർണ്ണ വികസനവും നടക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. മാധ്യമ കമ്പനികളുടെ കോർപ്പറേറ്റൈസേഷനും പ്രാദേശിക തലത്തിലുള്ള രാഷ്ട്രീയക്കാർക്കും സുപ്രധാന മാധ്യമ സംരംഭങ്ങളിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഇന്നത്തെ ന്യൂസ് ചാനലുകളിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ പാർട്ടികളുടെയോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രിക്കുന്നതോ ആയതിൽ അതിശയിക്കാനില്ല. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും ഒരു സഹജമായ ബന്ധമുണ്ട്. കോർപ്പറേറ്റ് പാർട്ടികൾ ഫണ്ട് നൽകുന്നു, അതിനു പകരം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ബിസിനസ് വളർത്താൻ സഹായിക്കുന്നു. അനുയോജ്യമായ ഒരു മാധ്യമം ഈ അന്യായമായ അവിശുദ്ധ ബന്ധം തുറന്നുകാട്ടും. എന്നാൽ ഇന്ന് അത് അവയിലൊന്നായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു വഴിയായി മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണം അവർ സ്വന്തം പേരിൽ നേരിട്ടോ അഥവാ ബന്ധുക്കൾ വഴിയോ കോർപ്പറേറ്റ് കമ്പനികൾ വഴിയോ ചാനലുകൾ സ്വന്തമാക്കുന്നു. കൊറോണ വൈറസ് പകർച്ചവ്യാധി പത്രപ്രവർത്തനത്തെയും പത്രസ്വാതന്ത്ര്യത്തെയും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ദുർബലമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിനകം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രാജ്യങ്ങളിൽ വരുമാനമില്ലാത്ത പല പത്രങ്ങളും അടച്ചുപൂട്ടുന്നു. ബാക്കിയുള്ളവ പുതിയ സർക്കാർ ചട്ടങ്ങൾ പ്രകാരം നിശബ്ദമായിരിക്കുന്നു. ഇത് പല മാധ്യമപ്രവർത്തകരെയും മാനസികമായി തളർത്തുകയും അവരുടെ ജോലി ചെയ്യാൻ മതിയായ വിവരങ്ങളില്ലാത്തതിനെക്കുറിച്ചുള്ള ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നു. ഈ പകർച്ചവ്യാധി അവസാനിച്ചതിനു ശേഷം മാധ്യമങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ഒരു ആശങ്കയും ഉയർന്നു വരുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ മാധ്യമങ്ങൾ അതിൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ജുഡീഷ്യറിയുമായി കൈകോർത്ത് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അനീതിയുടെ ഗ്രഹണം ഉണ്ടാക്കാത്ത ദിവസം വിദൂരമല്ല. നീതിയുടെ സൂര്യൻ എന്നേക്കുമായി പ്രകാശിക്കും.